മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് 8 പ്രതികൾ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. കവർച്ച ചെയ്ത 3.5 കിലോ സ്വർണത്തിൽ പകുതിയോളം സ്വർണം കണ്ടെടുത്തതായി സൂചനയുണ്ട്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷന് സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഈ കവർച്ച. നേരത്തെ പിടിയിലായ 2 പ്രതികൾ റിമാൻഡിലാണ്. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ഈ പറഞ്ഞ പോലെ നേരത്തെ 2 പേര് പിടിയിലായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 8 പ്രതികൾ കൂടി കസ്റ്റഡിയിലുണ്ട്. ഇവരെ ഇപ്പോൾ എവിടെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? പോലീസ് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ 8 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് മാത്രമാണ് പോലീസും അറിയിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ ജംഗ്ഷനിൽ വെച്ച് ഈ കവർച്ച നടക്കുന്നത്. ജ്വല്ലറി അടച്ചു വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയും സഹോദരനെയും ആണ് ഒരു വാഹനത്തിൽ വന്ന് അവർ തടഞ്ഞു നിർത്തി വാഹനം ഇടിച്ച ശേഷം ഇവരിൽ നിന്നും സ്വർണം കവരുകയായിരുന്നു. അതാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണ സംഘം CCTV കേന്ദ്രീകരിച്ച് ആദ്യം അന്വേഷണം തുടങ്ങിയത്. അങ്ങനെയാണ് 4 പേരെ ആദ്യം തന്നെ തൃശ്ശൂരിൽ നിന്നും പിടികൂടിയിരുന്നു. തുടർന്ന് അവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ പേരെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അതിലാണ് ഇന്നലെ 8 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൂടുതൽ ചെയ്തു വരികയാണെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിനെ പ്രതികളെ വേഗത്തിൽ കണ്ടെത്താനായിട്ടുണ്ട്. 3.5 കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടെങ്കിലും അതിൽ 1.5 കിലോ സ്വർണ്ണം മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. അവ കണ്ടെത്തുന്നുള്ള ശ്രമവും പോലീസ് തുടരുകയാണ് ചെയ്തു. ശരി ശാന്തകുമാർ, വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ 2 പേരെ അന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ വ്യാപാരിയെ ആക്രമിച്ചിട്ട് 3.5 കിലോ സ്വർണം കവർ ചെയ്തെന്നാണ് കേസ്. എന്നിട്ട് ഈ 2 പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു വലിയ സംഘം ഇതിന്റെ പിന്നിലുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ശാന്തകുമാർ പറഞ്ഞതുപോലെ തന്നെ 8 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.